പ്രിയപ്പെട്ട വാഹന ഉപഭോക്താക്കളെ, ഡീലർമാരെ, വാഹന ബ്രോക്കർമാരുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഒരു സുപ്രധാന വിഷയം അറിയിക്കുകയാണ്. ഓട്ടോറിക്ഷ മുതൽ മുകളിലോട്ടുള്ള ടാക്സി വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ അതിൻ്റെ ടാക്സും ഇൻഷുറൻസും ഡീസല് ഫൈനാൻസ് മുതലായ കാര്യങ്ങൾ അടച്ചു വരുമ്പോഴത്തേക്കിന് അവൻ്റെ വീട്ടിലേക്ക് 1 കിലോ അരി വാങ്ങി ചോറ് വെച്ച് കഞ്ഞി വെച്ച് കുടിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ വാഹന മുതലാളിമാർ വാഹനം ഉപയോഗിച്ചു കൊണ്ടുപോകുന്നത്. ഈ അവസരത്തിൽ തന്നെ നമ്മുടെ ഗവൺമെൻറ് മുൻകാല പ്രാബല്യത്തോടു കൂടിയിട്ട് കഴിഞ്ഞ 4-5 വർഷത്തെ ക്ഷേമനിധി എന്ന് പറയുന്ന ഒരു സാധനം പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് ആ ക്ഷേമനിധി അടയ്ക്കാത്ത വാഹനങ്ങൾക്ക് ടാക്സ് അടച്ചു കൊടുക്കാത്ത ഒരു നിർബന്ധിത സംഭവം കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ടാക്സ് അടയ്ക്കാതെ നമ്മൾ വാഹനം റോഡിലേക്ക് ഇറങ്ങിയാൽ പോലീസും ആർടിഒയും പിടിച്ചിട്ട് അതിന് വലിയൊരു ഫൈനും തരുന്ന അവസ്ഥയിലേക്കാണ്. ഈ ക്ഷേമനിധി കൊണ്ട് നമ്മുടെ രാജ്യത്തെ വാഹന ഉപഭോക്താക്കൾക്ക് ഇന്ന് വരെ എന്തൊരു പ്രയോജനമാണ് പ്രിയപ്പെട്ടവരെ കിട്ടിയിട്ടുള്ളത്? ഞാനും കഴിഞ്ഞ 10 വർഷമായിട്ട് 10-15ഓളം ടിപ്പർ, ടോറസ് മുതലായ വലിയ വാഹനങ്ങൾക്ക് ക്ഷേമനിധി അടച്ച ഒരു ഉപഭോക്താവാണ്. ഇന്ന് വരെ 1 രൂപ അതിൽ നിന്ന് ആനുകൂല്യമോ അല്ലെങ്കിൽ ഞാൻ അടച്ചിട്ടുള്ള ആ ഫണ്ടോ ഗവൺമെന്റ് നമ്മൾക്ക് തിരിച്ചു തന്നിട്ടില്ല. വീണ്ടും ഇന്ന് ടാക്സ് അടയ്ക്കണമെങ്കിൽ ഗവൺമെന്റിന് ചുരുക്കം വരുന്ന 8 ലക്ഷത്തോളം വരുന്ന 3.5 കോടിയോളം ജനങ്ങളുള്ള കേരളത്തിൽ 6 ലക്ഷം 7 ലക്ഷം വരുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട വാഹന ഉപഭോക്താക്കളായ ജനങ്ങളിൽ നിന്ന് ഈ മാതിരി ജനങ്ങൾക്ക് യാതൊരു ഉപകാരമില്ലാത്ത രീതിയിലുള്ള ഈ ക്ഷേമനിധി എന്ന് പറയുന്ന ഈ പണം പിരിച്ചെടുത്ത് തിന്ന് അവരെ കൊഴുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനെതിരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. ടാക്സ് അടയ്ക്കാത്ത രീതിയിൽ വാഹനങ്ങൾ കയറ്റിയിട്ടുകൊണ്ട് നമ്മൾ വരുമ്പോൾ ഏത് നിയമവും, കാരണം ജനപ്രതിനിധികൾ ഉണ്ടാവണമെങ്കിൽ ജനങ്ങൾ ഉണ്ടാവണം. ജനപ്രതിനിധി ഉണ്ടാവണ്ട എന്ന് തീരുമാനിച്ചാൽ ജനപ്രതിനിധി ഉണ്ടാവത്തില്ല. ജനങ്ങളുടെ തീരുമാനമാണ് ഏറ്റവും വലുത്. ഇന്നൊരു വന ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ രാജ്യത്ത് ജനങ്ങൾ അതിനെ പ്രക്ഷോഭിച്ചപ്പോൾ ആ ഭേദഗതി നിയമം നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും അത് ഒഴിവാക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ കരി നിയമത്തിൽ നിന്ന് എന്തിനാണിത്? നമ്മൾ വസ്തുവിന് കരമടയ്ക്കുന്നുണ്ട്, നമ്മുടെ ബിൽഡിങ്ങിന് കരമടയ്ക്കുന്നുണ്ട്, ഭൂമിക്ക് കരമടയ്ക്കുന്നുണ്ട്, വാഹനത്തിന് കരമടയ്ക്കുന്നുണ്ട്, എല്ലാ സംഭവങ്ങൾക്കും നമ്മൾ കരമടയ്ക്കുന്നുണ്ട്. വാഹനത്തിന്റെ കരം എന്ന് പറയുന്നത് വാഹനത്തിന്റെ ടാക്സ് ആണ്. നമ്മൾ ഇന്നൊരു പുതിയ വണ്ടി എടുക്കുമ്പോൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഓടുന്നതിന് വേണ്ടിയിട്ട് 15 വർഷത്തെ ടാക്സ് നമ്മുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആദ്യം തന്നെ മേടിച്ചിട്ട് ഈ പൊളിഞ്ഞ റോഡിലോടുകൂടി വണ്ടിയുടെ ആക്സിലും ടയറും മറ്റു സാധനങ്ങളും കേടുവരുന്നു. അത് നമ്മൾ സഹിക്കുന്നു. അതിന്റെ പുറമെ ക്ഷേമനിധി എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനീ പാവപ്പെട്ട ജനങ്ങളെ കുത്തിപ്പിഴിഞ്ഞിട്ട് ഈ കാശ് വാങ്ങുന്നത്? ഇപ്പോൾ ഈ ടാക്സ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ക്ഷേമനിധി അടച്ചിട്ടല്ലാതെ നമുക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റാതെ എത്രയോ പേര് 10,000, 40,000, 50,000 രൂപയാണ് ഒരു നാഷണൽ പെർമിറ്റ് വണ്ടിയുടെ ഫൈനാൻസ് ഒരു മാസത്തിൽ അടയ്ക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ നാഷണൽ ഹൈവേയിൽ എത്രയോളം ടോളുകൾ, ഹെവി ടോളുകൾ 400, 450, 500 രൂപയാണ് ഒരു ടോളുകൾക്ക്. ഇവിടെ നിന്ന് ബോംബെയിലേക്കോ ഗുജറാത്തിലേക്കോ ഒരു വണ്ടി ഓട്ടം പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ തിന്നണ്ട, നമ്മളുടെ വീട്ടിൽ നമ്മുടെ മക്കൾ തിന്നണ്ട പൈസയായ ബാലൻസ് കിട്ടേണ്ട 10,000-20,000 രൂപ ടോൾ ഇനത്തിൽ നമ്മുടെ ടാക്സ് വാങ്ങിയതിന്റെ ശേഷം വണ്ടിക്ക് നമ്മുടെ കേരളത്തിൽ ഓടേണ്ട കേരള ടാക്സും ഓൾ ഇന്ത്യ പെർമിറ്റ് എന്നുള്ള നിലയിൽ 20,000, 25,000 വാങ്ങിക്കൊണ്ട് ഓൾ ഇന്ത്യ പെർമിറ്റും വാങ്ങിയിട്ട് ഈ ടോൾ ഇനത്തിൽ ഇത് വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒന്ന് ഈ മാക്സിമം ഈ വോയിസ് ഷെയർ ചെയ്തുകൊണ്ട് ഞാനും ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ പറയുകയാണ്. നമ്മുടെ ഒന്നുകിൽ അവർ മുൻകാല പ്രാബല്യത്വം കഴിഞ്ഞ 4 വർഷമായിട്ട് വാഹന മേഖലകൾ കൊറോണയോടെ തകർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു ടാക്സി സ്റ്റാൻഡിൽ പോയാൽ എത്ര ടാക്സികൾ, 20, 25, 30 ടാക്സികൾ കിടന്നിരുന്ന ഒരു സ്റ്റാൻഡിൽ ഒരു ടാക്സി അല്ലെങ്കിൽ 2 ടാക്സി. അതേതെങ്കിലും അത്തപ്പാടികൾ പാവപ്പെട്ടവൻ രാവിലെ തൊട്ട് വൈകുന്നവരെ കൊണ്ടിട്ടുകൊണ്ടിരിക്കും. അവനും ഓട്ടമില്ല. കാരണം ഒരു വീടുകളിൽ 4, 5 ബൈക്കും 3, 4 കാറുകളില്ലാത്ത ഒരു വീടുകളില്ല. അപ്പൊ അതെല്ലാം പ്രൈവറ്റ് വാഹനങ്ങളാണ്, അവർക്ക് പോവാം, കുഴപ്പമില്ല. അവർക്ക് ക്ഷേമനിധി എന്ന് പറയുന്നത് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് വേണ്ട. നമ്മളെ പോലുള്ള ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ടാക്സി എടുത്ത് ടാക്സി വാഹനങ്ങൾ ഓടുന്ന, ടാക്സി എന്ന് ഞാൻ ഉദ്ദേശിച്ച ഓട്ടോറിക്ഷയും കാറും മാത്രമല്ല, അതിന് മുകളിലോട്ടുള്ള ഹെവി വെഹിക്കിൾസ് ഉണ്ട്, പ്രൈവറ്റ് ബസ്സുകളുണ്ട്,
ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്, ടോറസ്, ടിപ്പർ പോലത്തെ നമ്മുടെ ഉപജീവന മാർഗങ്ങളുണ്ട്. ഇതിനൊക്കെ ക്ഷേമനിധി അടയ്ക്കാൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വോയിസിന് കുറച്ച് നീളം വന്നിട്ടുണ്ട്. എന്നാലും മാക്സിമം ഈ വോയിസ് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ സംഘടനകളുണ്ട്, സംഘടനാ നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യുക. നന്ദി.